എല്ലാ വർഷത്തേക്കാൾ കൂടുതലായിക്കൊണ്ട് നബിദിനാഘോഷത്തിന്റെ ആഘോഷ പരിപാടികളും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കൂടുതൽ നടന്നിട്ടുണ്ട്. അതാണ് അതിന്റെ വാസ്തവം. മൻസൂറെ, നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു അലാ ഖൈറിൽ ബശർ اللهم صل وسلم وبارك على محمد وعلى آل محمد رسولنا النبي الأمي المبعوث رحمة للعالمين خاتم الأنبياء والمرسلين نور هذه الأمة وضياؤها وشفيعنا يوم الحساب. والله لا خير فينا إن لم نقف اليوم لندافع عن رسول الله محمد. لا خير فينا إن لم نستغل منابرنا للدفاع عن. പ്രിയമുള്ള സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിന് സന്തോഷിച്ച് നബിദിനം കൊണ്ടാടുന്നതിൽ അവർ ചോദിക്കാറുള്ള സ്ഥിരം വാദമാണ് സ്വഹാബത്ത് ചെയ്തിട്ടുണ്ടോ, താബിയുകൾ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യം. അവർ ചെയ്യാത്ത ഒരു കാര്യം ചെയ്യുന്നത് ബിദ്അത്താണ് എന്നാണ് ഇവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം അത് ബിദ്അത്താണ് എന്ന് അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു. അതേ നാണയത്തിൽ തിരിച്ചു ചോദിക്കുകയാണ്, നന്മയിൽ പല കാര്യങ്ങളും സ്വഹാബത്ത് ചെയ്യാത്തതുണ്ടല്ലോ, അതൊക്കെയും പിൽക്കാലത്ത് ചെയ്താൽ അതെല്ലാം ബിദ്അത്താണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന ആ ഒരു വിഷയം ആസ്പദമാക്കിക്കൊണ്ട് അതിന് മറുപടി കൊടുക്കുകയാണ് ജാഫർ സഖാഫി ഉസ്താദ് ചെയ്യുന്നത്. അതിനെ കളിയാക്കുകയാണ് മൻസൂർ. നമുക്ക് അതിലേക്കൊന്ന് കടന്നു നോക്കാം. നമ്മുടെ പള്ളിയിൽ ടൈല് മൈക്കിൻ്റെതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ നിഷ്കാലാവും. നമ്മുടെ പള്ളിക്കലെ ടൈല് അതേതായാലും എല്ലാ മുജാഹിദ് പള്ളിയിലും എല്ലാ വഹാബി പള്ളിയിലും എല്ലാ ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിലും എല്ലാ സംഘത്തിന്റെ പള്ളിയിലും ടൈലിപ്പുണ്ട്. ഞങ്ങളെ പള്ളിയിൽ ഗ്രാനൈറ്റാണ്. എന്ത് പറയുമ്പോഴും ശ്രദ്ധിക്കണം. കാരണം ഇവർക്ക് ഇപ്പൊ ഇതൊക്കെയാണല്ലോ, അത് എന്തെങ്കിലും മറിച്ചിട്ടാ പോരെ. എന്നാ പിന്നെ ഗ്രാനൈറ്റ് ഞാൻ പറഞ്ഞ് പഠിച്ചതാണ്, ഇജ്ജ് പറഞ്ഞാണ് ശരി, ഗ്രാനൈറ്റ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ നമ്മൾ ഇന്ന് പള്ളിയിൽ പതിച്ച ഓരോന്നും പോട്ടെ, പള്ളിയിൽ തൂങ്ങുന്ന ഫാന് ഏതൊക്കെ മോഡലാ അതൊക്കെ പോട്ടെ, AC പള്ളികളിൽ എന്നൊക്കെ ഒരു സ്വഹാബി ഇത്രയും വർഷക്കാലം ദീനി ദഅവത്ത് നടത്തിയിട്ട് ഏതെങ്കിലും ഒരു പള്ളിയിൽ ടൈലുണ്ട് ഇട്ടിട്ടുണ്ടോ? ഒരു തെളിവ് പറയാൻ പറ്റൂല. അപ്പോൾ കാര്യങ്ങൾ ഇവിടെ തന്നെ തീരുമാനമായി. അപ്പോൾ സ്വഹാബത്തിന്റെ കാലത്തില്ലാത്തത് ആണ് ഇന്ന് ടൈല് സംഭാവന ചെയ്യുന്നതും പള്ളിയിലേക്ക് ഫാൻ സംഭാവന ചെയ്യുന്നതും അങ്ങനെ തുടങ്ങിയ പിൽക്കാലത്തുണ്ടായ പുതിയ രീതിയിലുള്ള സംഭാവനകളെല്ലാം അത് സ്വഹാബത്ത് ചെയ്യാത്തതാണ് എന്ന കാര്യം ഇതാ മൻസൂർ സമ്മതിച്ചു കഴിഞ്ഞു. ഇനി മൻസൂർ പെടാൻ പോവുകയാണ്. മൻസൂർ വിശദീകരിച്ച് കൊളമാക്കി അങ്ങ് മെഴുകിയിട്ട് അവസാനം ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് ഇദ്ദേഹത്തിന് പോലും തിരിയാത്ത രീതിയിൽ ആയി പോകുന്ന രംഗമാണ് ഇനി കാണാൻ പോകുന്നത്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, നബിദിനൊക്കെ കഴിഞ്ഞു, എന്നാൽ അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. എല്ലാ വർഷത്തേക്കാൾ കൂടുതലായിക്കൊണ്ട് നബിദിനാഘോഷത്തിന്റെ ആഘോഷ പരിപാടികളും ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ കൂടുതൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ചില ആളുകൾ പറഞ്ഞതെങ്കിലും അതാണ് അതിന്റെ വാസ്തവം. മൻസൂറെ, എല്ലായിടത്തും വളരെ വിപുലമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടിയിട്ടുണ്ട് എന്നുള്ളതിന് എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ ഒരു വീഡിയോ കണ്ടു നോക്കൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസല്ലു അലാ ഖൈറിൽ ബശർ اللهم صل وسلم وبارك على محمد وعلى آل محمد رسولنا النبي الأمي المبعوث رحمة للعالمين خاتم الأنبياء والمرسلين نور هذه الأمة وضياؤها وشفيعنا يوم الحساب. والله لا خير فينا إن لم نقف اليوم لندافع عن رسول الله محمد. لا خير فينا إن لم نستغل منابرنا للدفاع عن. ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ചര്യ വരാൻ, അവിടുത്തെ അവദാനങ്ങളോ അവിടുത്തെ കീർത്തനങ്ങളോ വരാൻ സാധ്യതയില്ലാത്ത ഒരിടത്ത് പോലും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിക്കാനും അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുകയും ചെയ്തത് എമ്പാടുമുള്ള ആളുകൾ കണ്ടതാണ്. പല ഭാഗങ്ങളിൽ നിന്നും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനപ്രാതിനിധ്യം, ആളുകള് സാധാരണ പങ്കെടുത്തിരുന്നവർ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും കേൾക്കാൻ കഴിഞ്ഞു. എന്നാൽ അത് മൻസൂരികളാണ്. വഹാബികളും മുജാഹിദുകളും അങ്ങനെ തുടങ്ങിയിട്ടുള്ള മൻസൂരികൾ, പുത്തനാശയക്കാർ മുഴുവനും അവരിങ്ങനെ പങ്കെടുക്കാതെ, അത് സർവ്വകാലത്തുണ്ടാകുന്ന സംഭവമാണ്. അവർ കുറച്ച് ആളുകൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ പരിപാടികളിൽ എന്നും പങ്കെടുക്കൂല.
അവരിങ്ങനെ ഈ ഇട്ടാവട്ടത്തിരുന്നു കൊണ്ട് അത് ഹറാമാണ്, ഇത് നിഷിദ്ധമാണ്, അത് ഷിർക്കാണ്, അത് മുഷ്രിക്കാണ്, അവൻ മുഷ്രിക്കാണ്, ഇവൻ കാഫിറാണ് എന്നിങ്ങനെ പറയാനല്ലാതെ ഇവർ ഇങ്ങനത്തെ പൊതുപരിപാടികളിലൊന്നും അവർ പങ്കെടുക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മഹബത്തുള്ള ഏതൊരാൾക്കും ഹബീബായ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കാനും അവിടുത്തെ ജന്മദിനം ആഘോഷമാക്കി ഇസ്ലാമികപരമായിട്ട് ആഘോഷിക്കാനും യാതൊരു തെളിവിന്റെയും ആവശ്യമില്ല. അതിന് ഒരൊറ്റ കാര്യം ഉണ്ടായാൽ മതി, മഹബത്ത്, കൽബിൽ ഒരു പ്രിയം, ഒരു ഇഷ്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടെങ്കിൽ അന്നേ ദിവസത്തിന് അവന് കൂടുതൽ തെളിവൊന്നും വേണ്ട ആഘോഷിക്കാൻ. പ്രിയമുള്ള മൻസൂറെ, നബിദിനാഘോഷം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്ക് വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രഭാഷണത്തിന്റെ ഭാഗമാണ് ജാഫർ സഖാഫി ഇവിടെ പറയുന്ന ഈ വാക്കുകള്. ഇത് കേൾക്കുന്ന ഏതൊരാൾക്കും, അല്പം സാമാന്യ ബുദ്ധിബോധമുള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ കഴിയും അയാൾ അവിടെ പറഞ്ഞത് എന്താ. അതെ, സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് ഉസ്താദ് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ ഇനി ബുദ്ധിയൊന്നും ഇല്ലാത്ത മന്ദ ബുദ്ധികൾ, അവർക്ക് ഇതൊന്നും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ അവരോടാണ് ഇനി മൻസൂർ പറയാൻ പോകുന്നത്. അഥവാ മൻസൂറിന്റെ വിശദീകരണം അത് കിട്ടുമ്പോഴാണ് അവർക്ക് സമാധാനമാവുകയുള്ളൂ, അവരുടെ കൽബിന് ശാന്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇനി മനസ്സിലാവാത്ത അല്പം ബുദ്ധിയുള്ള ആളുകൾക്ക് അത് ഉസ്താദിന്റെ പ്രസംഗം മനസ്സിലാകും. ഇനി ബുദ്ധി ഇല്ലാത്തവരുണ്ടെങ്കിൽ ഇതാ ഞാൻ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ മൻസൂർ തുടങ്ങുന്നു. പണ്ട് കാലത്തെ നടന്നിട്ടുള്ളതാണ്. അന്ന് ഈന്തപ്പന ഓലയും പട്ടയും അതിന്റെ തണ്ടും ഒക്കെ കൊണ്ടായിരിക്കാം പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് നമുക്ക് വലിയ വലിയ സൗകര്യങ്ങള്, അത് മാർബിൾ ആയിട്ടും ഗ്രാനൈറ്റ് ആയിട്ടും ടൈലായിട്ടും, ടൈലിൽ തന്നെ റെക്ടിഫൈഡ് ടൈലായിട്ടും ഡിജിറ്റൽ ടൈലായിട്ടും ഒക്കെ ഇന്ന് അവൈലബിൾ ആണ്. നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് കൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈന്തപ്പന പട്ട കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയ ഒരു പള്ളി, അതിൽ നിസ്കരിച്ചാൽ അള്ളാഹ് സ്വീകരിക്കാതിരിക്കുന്നില്ല. ഗ്രാനൈറ്റ് കൊണ്ട്, മാർബിൾ കൊണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള സുഖ സൗകര്യങ്ങൾ കൊണ്ട്, AC-യും അത് സെൻട്രലൈസ്ഡ് AC ആയിക്കോട്ടെ, ഇതൊക്കെ ആയിട്ട് അവിടെ നമസ്കരിച്ചാലും അള്ളാഹ് സ്വീകരിക്കാതിരിക്കുന്നില്ല. ഈ സെൻട്രലൈസ്ഡ് AC-യിൽ നമസ്കരിക്കുന്നതും വെയിലിന്റെ ചൂടത്ത് ഈന്തപ്പനയോല കൊണ്ട് മെടഞ്ഞ ഒരു മസ്ജിദ് ഉണ്ടാക്കിയിട്ട് അതിൽ നമസ്കരിക്കുന്നതും രണ്ട് കൂലിയൊന്നുമല്ല. അതിന് പ്രത്യേക കൂലി ഉണ്ടെന്നോ ഇല്ലാന്നോ അല്ല. എന്നാൽ നിങ്ങൾ ഈ പറയുന്ന നബിദിനാഘോഷത്തിന് അതിന് പ്രത്യേക പുണ്യുണ്ട്, കൂലി ഉണ്ട്. ബുദ്ധിബോധമുള്ളവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇതിന്റെ ബാക്കി കേൾക്കുമ്പോ മനസ്സിലാക്കാൻ കഴിയും. കേൾക്കാൻ നമുക്ക് ബാക്കി. മറുപടി അങ്ങനെ ഉണ്ടായിക്കൊള്ളുന്നൊന്നുമില്ല. ഇല്ല, അതും തുറന്നു പറയും. അപ്പൊ നാളെ മുതൽ പള്ളി പൊളിക്കേ, ടൈല് വേണ്ടെന്ന് വെക്കേ, അതിന് കൂലിയില്ലാന്ന് പറയും. അപ്പൊ ഞാൻ പറയുന്നത്, പള്ളിക്ക് ടൈല് കൊടുത്തവനും കൂലിയുണ്ട്. ടൈല് സഹാബത്ത് കൊടുത്തിട്ടില്ല. ഗ്രാനൈറ്റ് കൊടുത്തവന് പ്രതിഫലമുണ്ട്, കൊടുത്തിട്ടില്ല ഒരു സഹാബിയും. AC വെച്ചതിന് കൂലിയുണ്ട്, ഒരു സഹാബിയും കൊടുത്തിട്ടില്ല. താബിഈങ്ങളിൽ ഒരാൾ പോലും ചെയ്തിട്ടില്ല. ഒരു സംഭവം പോലും ഉദ്ധരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കൂലിയില്ല എന്ന് പറയരുത്. ബാക്കിയൊക്കെ ഇല്ല എന്ന് പറഞ്ഞോളി. കൂലി ഇല്ല എന്ന് പറയരുത്. ഓക്കെ, കൂലി ഇല്ല എന്ന് പറയുന്നില്ല. കൂലി ഇല്ല എന്ന് പറയരുത്. അപ്പോ നബിദിനം നടത്തുമ്പോഴും കൂലി ഇല്ല എന്ന് പറയരുത്, അതിലൊക്കെ കൂലിയുണ്ട്. എന്നാൽ ഇനി മൻസൂർ പറയാൻ പോകുന്നത്, ഉസ്താദിയോട് പറഞ്ഞത് ഇതൊന്നും സ്വഹാബത്ത് കൊടുത്തിട്ടില്ല. സ്വഹാബത്ത് ആരും ഫാന് പള്ളിയിലേക്ക് സംഭാവന ചെയ്തിട്ടില്ല. സ്വഹാബത്ത് ആരും AC സംഭാവന ചെയ്തിട്ടില്ല, വഖഫ് ചെയ്തിട്ടില്ല. ഇതൊന്നും ചെയ്യാത്ത സ്വഹാബത്ത് അവരൊന്നും ചെയ്യാത്ത പുതിയൊരു കാര്യം ചെയ്യുകയാണ്. അതിന് ഇദ്ദേഹത്തിന്റെ നേരത്തെ പറഞ്ഞല്ലോ, ആ ചെറിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോ ഇതിനൊക്കെ നിസ്കരിച്ചാൽ വലിയ കൂലി കിട്ടും എന്നാണ് ഇയാൾ വക്രീകരിക്കുന്നത്. സഹോദര, കൊടുക്കുന്ന കാര്യത്തിലാണ് ഇവിടുത്തെ കൂലി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ചോദിച്ചത്. അഥവാ AC കൊടുത്താൽ കൂടുതൽ കൂലിയും ഫാൻ കൊടുത്താൽ അത്ര തന്നെ കിട്ടാതിരിക്കുമോ? ഉണ്ട് എങ്കിൽ ഇവിടെയും അതിന്റെ വ്യത്യാസം കാണാം. റബീഉൽ അവ്വലിൽ ഒരാള് ഒരു പ്രാവശ്യം കട്ടൻ ചായ കൊടുത്തു. ഉദാഹരണത്തിന് റാലിയിൽ കുട്ടികൾ വരുമ്പോൾ കട്ടൻ ചായ കൊടുത്തു. പിറ്റത്തെ വർഷം അതിലൊന്നുകൂടെ ഒന്ന് മോഡിഫൈ ചെയ്തുകൊണ്ട് ഹോർലിക്സ് കൊടുത്തു. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കൂടുതൽ ജനങ്ങൾക്ക് സൗകര്യങ്ങളും പ്രിയവും ഏറുന്ന കാര്യങ്ങൾ കൊടുത്തപ്പോൾ അതിന് കൂലി കൂടുതൽ കിട്ടും. ഇതുപോലെ ഒരാൾ പള്ളിയിലേക്ക് ഫാൻ കൊടുത്തു. ആ ഫാനിനേക്കാൾ ഒന്നുകൂടെ ശീതീകരിക്കാനും അതുപോലെ ഒന്നുകൂടെ ജനങ്ങൾക്ക് സൗകര്യമാകുന്ന രീതിയിൽ AC വെച്ച് കൊടുത്തു. അപ്പോൾ ഈ ഫാൻ വെച്ച് കൊടുത്ത ആൾക്കാണോ AC വെച്ച് കൊടുത്ത ആൾക്കാണോ കൂടുതൽ കൂലി കിട്ടുക എന്ന കാര്യം ചിന്തിക്കാൻ അല്പം ബുദ്ധിമതിയല്ലോ. എന്നാൽ മൻസൂറിന്റെ ചിന്ത ഇങ്ങനെയൊന്നുമല്ല. മൻസൂർ ചിന്തിക്കുന്നത് AC വെച്ച പള്ളിയിൽ നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടും, അതല്ലെങ്കിൽ AC വെക്കാത്ത പള്ളിയിൽ നിസ്കരിച്ചാൽ കൂടുതൽ കൂലി കിട്ടുകയില്ല എന്ന് ഉസ്താദ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വക്രീകരിക്കുന്ന രംഗമാണ് ഇനി കാണുന്നത്. ഒരു മസ്ജിദ് കയറ്റുക എന്നുള്ള ഒരു കാര്യം അത് കൂലിയുള്ള കാര്യമാണ്.
ഇന്നത്തെ സാഹചര്യത്തില് ഈന്തപ്പന ഓലകൾ മെടഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വെറും തറയിൽ നമസ്കരിക്കുന്ന രൂപത്തിലല്ല അള്ളാഹു കാര്യങ്ങൾ എളുപ്പമാക്കി തന്നിട്ടുണ്ട്. നമുക്ക് അള്ളാഹു നൽകിയ നിഅമത്തിന്റെ ഭാഗമായിക്കൊണ്ട് മസ്ജിദുകൾ നല്ല രീതിയിൽ പണിയാം. അതിന്ന് സുലഭമായിട്ട് ലോകമെമ്പാടും മസ്ജിദുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെയാണ് പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അന്നില്ലാത്ത കാര്യങ്ങൾ ഇന്നുണ്ടാവുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ആള് ഇതിലേക്ക് പറഞ്ഞു ചേർക്കുന്നത്. എന്നാൽ പൊന്നു സഹോദരന്മാരെ, പള്ളിയില് ടൈലിടല് പുണ്യമാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പള്ളിയില് AC വെക്കല് അത് നമ്മുടെ സൗകര്യമാണ്. ഇന്ന് ഒരുവിധം എല്ലാ പള്ളികളിലും AC വെച്ചുകൊണ്ടിരിക്കുന്നത്, അത് സെൻട്രലൈസ്ഡ് AC വെക്കുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഫാനില്ലാത്ത പള്ളിയില്ല. ഇതുപോലെ വെള്ളത്തിന്റെ കാര്യത്തിലാണെങ്കിലും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഉണ്ട്. അതുപോലെ ലൗഡ് സ്പീക്കർ. അപ്പൊ മൻസൂർ പറയുന്നത് ഇതെല്ലാം അള്ളാഹു നമുക്ക് നിഅമത്ത് തന്നപ്പോ അതൊക്കെ നമുക്ക് സ്വീകരിക്കാം, അതൊക്കെ നമുക്ക് ഉപയോഗിക്കാം, ജനങ്ങളെ സൗകര്യമാണ്. മൻസൂർ കുറച്ച് മുമ്പ് പറഞ്ഞ ഒരു കാര്യങ്ങളൊക്കെ മൻസൂർ മറന്നുപോയി. മൻസൂറെ ഒരു മാസം മുമ്പാണെന്നാണ് എൻ്റെ ഓർമ്മ. അന്ന് മൻസൂർ AP ഉസ്താദ് ധരിക്കുന്ന ഷർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. അന്ന് ഞാൻ വളരെ പഴയ ഡ്രസ്സാണ് ഇടാറുള്ളത് എന്നൊക്കെ മൻസൂർ അവിടെ പറഞ്ഞിരുന്നു. മൻസൂർ നിഅമത്ത് അള്ളാഹു തരുമ്പോ അത് സ്വീകരിക്കണം, അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കിട്ടിയ നിഅമത്ത് അത് എടുത്തു പറയണം, അത് ഉപയോഗിക്കണം. ഇതൊക്കെ അള്ളാഹുവിന് തൃപ്തിയുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോ മൻസൂർ അന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ടിട്ട് ഇന്ന് പറയുന്നു നമ്മുടെ സൗകര്യമാണ്, നമ്മുടെ സൗകര്യത്തിന് AC ആകാം, ഫാൻ ആകാം, ടൈലാകാം, മറ്റു സൗകര്യങ്ങളാകാം എന്ന് മൻസൂർ പറയുന്നുണ്ട്. അതൊക്കെ ഉപയോഗിക്കാം. ഇതുപോലെ തന്നെയാണ് ഇന്നത്തെ നബിദിനവും. നബിദിനത്തിൽ ഇന്ന് ഹലാലാകുന്ന രീതിയിൽ നമുക്ക് ദഫുകൾ ഉപയോഗിക്കാം, ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കാം. ഇതിലൊന്നും യാതൊരു തടസ്സവുമില്ല. ഇന്ന് ശറഅനോടെതിരാകുന്ന സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. അത് അന്നും ഇന്നും എപ്പോഴും അങ്ങനെ തന്നെയാണ്. പോലെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അന്ന് ഇതൊന്നുമില്ല, ഇന്ന് അതെല്ലാം ഉണ്ട്. അന്നില്ല എന്ന് കരുതിയിട്ട് ഇതൊന്നും വേണ്ടെന്ന് പറയാൻ പാടില്ലല്ലോ. എന്തായാലും സക്കാഫി പറയട്ടെ. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞതും. നബി ദിനത്തിൽ നല്ല നല്ല കാര്യങ്ങൾ പുതുതായി ഉണ്ടാക്കുന്നു, പുതുതായി അവർ ചെയ്യുന്നു. കഴിഞ്ഞ വർഷത്തേക്കാൾ വിപുലമായി കഴിഞ്ഞ വർഷം ഒരു ചെമ്പ് ബിരിയാണിയാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇന്ന് അള്ളാഹു നമുക്ക് നിഅമത്ത് എന്നാൽ 2, 3, 4, 5 ചെമ്പൊക്കെ ഉണ്ടാക്കാം, പാവങ്ങളെ സഹായിക്കാം. കഴിഞ്ഞ വർഷം നമ്മൾ 10,000 സ്വതക്ക ചെയ്തതെങ്കിൽ ഈ വർഷം അള്ളാഹു നമുക്ക് നിഅമത്ത് തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട ആളുകൾക്ക് 1,00,000 റിലീഫ് കൊടുക്കുക. ഇങ്ങനെയുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് അതൊക്കെ ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള നല്ല കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ്. ഇത് തന്നെയാണ് മൻസൂർ ഇപ്പൊ പറഞ്ഞതും. മൻസൂറെ ഈ വീഡിയോ ഒന്നുകൂടെ കേൾക്കുക. അപ്പൊ മൻസൂർ പറഞ്ഞ കാര്യവും ഇതും കൂടെ താരതമ്യം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആകും. അതല്ലാതെ ഇങ്ങനെ വിമർശിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടു കൂടെ നോക്കുമ്പോൾ ഇതൊക്കെയും വിമർശനങ്ങളും വൈരുദ്ധ്യങ്ങളുമായിട്ടേ നിങ്ങൾക്ക് കാണുകയുള്ളൂ. അപ്പൊ ഇനി ഉസ്താദ് പറയാൻ പോകുന്നത് ഇതൊന്നും സ്വഹാബത്ത് ചെയ്തിട്ടില്ല. അഥവാ AC കൊടുക്കലോ ഫാന് കൊടുക്കലോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്വഹാബത്ത് കണ്ടിട്ട് പോലും ഒരാൾ പോലും ചെയ്തിട്ടില്ല. എന്നിട്ടും ഇന്ന് നമ്മൾ അതൊക്കെ ചെയ്യുമ്പോൾ കൂലി കിട്ടുന്നുണ്ട് എങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ ആകുമ്പോൾ ഒരു റാലി നടത്തുക. സ്വഹാബത്ത് പണ്ട് ചെയ്തിട്ടില്ല. പക്ഷെ റാലി എന്നുള്ള അടിസ്ഥാനപരമായിട്ട് സ്വഹാബത്ത് കാണിച്ചു തന്നിട്ടുണ്ട്, റാലി നടത്തിയിട്ടുണ്ട്. ആ റാലി ഇന്ന് നമ്മൾ റബീഉൽ അവ്വലിൽ ചെയ്യുന്നു. റബീഉൽ അവ്വൽ വരുന്നതിന്റെ മുമ്പ് വിളംബരമായി ചെയ്യുന്നു. ഇതൊക്കെയും ഇസ്ലാം ഇന്ന് നമുക്കതിനുള്ള ആളുകളുണ്ട്, നമുക്കത് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തിക്കൂടെ? ദഫ് മേടിക്കാൻ ഇന്ന് സൗകര്യങ്ങളുണ്ട്, അതുകൊണ്ട് ദഫ് മേടിച്ച് അത് കൊട്ടാം. ഇങ്ങനെ സന്തോഷവേളകളിൽ ദഫ് കൊട്ടാമെന്ന് ഇസ്ലാമിന്റെ നിയമമാണല്ലോ. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നു. ഇനി വരും തലമുറയിൽ ഇതിനേക്കാൾ വിപുലമായ സൗകര്യങ്ങൾ അല്ലാഹു തരികയാണെങ്കിൽ നബിദിനത്തിൽ നമ്മൾ അത് കൂട്ടുന്നത് കൊണ്ട് എന്ത് തെറ്റാണുള്ളത്? അപ്പൊ അതാണ് ഈ ഉസ്താദ് പറയുന്നത്. അതിന് മൻസൂർ മനസ്സിലാക്കുന്ന രസകരമായ രംഗം ഇനി നമുക്ക് കാണാം. അപ്പൊ തന്നെ മനസ്സിലായില്ലേ, ഈ കൂലി നിർണയിക്കുന്നത് ഇത്തരം വിഷയത്തിലല്ല അതിന്റെ മാനദണ്ഡമെന്ന് അവിടുന്ന് തന്നെ തിരിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഹിജ്റ 300 ശേഷം വന്നതാന്ന് പറഞ്ഞത് മൗലിദ് കഴിക്കൽ എന്നുള്ളത് മാറ്റിവെച്ചിട്ട് ഇക്കോലത്തിലൊരു പള്ളി മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 500 ശേഷം വന്നതാ
എന്ന് പറഞ്ഞാൽ ഇക്കോലത്തിലല്ലെങ്കിലും പള്ളി മുമ്പുണ്ടായിരുന്നതാ, അത് ഹിജ്റ 1 തന്നെ വന്നതാ. എന്റെ മൂല്യരെ മൻസൂറെ, പള്ളി അന്നുണ്ട്, അത് ഇന്ന് വിപുലീകരിച്ചു. ഇന്നത്തെ രൂപത്തിൽ അന്നില്ല. ഇതുപോലെ മൗലിദ് അന്നുമുണ്ട്, ഇന്നത്തെ രൂപത്തിലില്ല എന്നാണ് മലിക്കുൽ മുദഫർ ആ മൗലിദ് പുതിയതായി ഉണ്ടാക്കി എന്ന് പറയുന്നതിന്റെ അർത്ഥം. അതല്ലാതെ തീരെ മൗലിദ് ഇല്ല എന്നല്ല. ഇതാണ് ഉസ്താദ് സമർത്ഥിച്ചത്. ഇത് മനസ്സിലായിട്ടും അല്ലെങ്കിൽ മനസ്സിലാകാതെ വെറുതെ ഇങ്ങനെ എരുമരാഗം പാടിയിട്ടൊന്നും യാതൊരു കാര്യമില്ല മൻസൂറെ. ഹിജ്റ 1 ഹിജ്റ നടത്തുന്ന സമയത്ത് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായിട്ട് ചെന്ന് കയറുന്ന വീടിന്റെ മുൻവശത്തുള്ള ഈന്തപ്പഴം ഉണക്കാനിട്ടിരുന്ന ഒരു തരിശു ഭൂമി ഉണ്ടായിരുന്നു. അവിടെയാണ് ഇസ്ലാമിൽ ആദ്യത്തെ പള്ളിയായ മസ്ജിദുൽ ഖുബ, ഖുബായിലാണ് അത് സംഭവിക്കുന്നത്. ഖുബായിലുള്ള ഇംറുൽ ഖൈസിന്റെ മകൻ കുത്സൂമിന്റെ വീടിന് മുൻപിൽ അവിടെയാണ് ആദ്യമായിക്കൊണ്ട് മദീനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്രമിക്കാനിരുന്നത്. അവിടെയായിരുന്നു താലഅൽ ബദ്റും ഒക്കെ ചൊല്ലിക്കൊണ്ട്, അത് മൗലൂദല്ലായിരുന്നു, ഒരു ബെയ്ത്തായിരുന്നു, അത് ചൊല്ലിക്കൊണ്ട്. മൗലൂദല്ല, അതൊരു ബെയ്ത്താണ്. അതിനെ കുറിച്ച് പറയാം. ഇനി അടുത്ത കൊല്ലം പുതിയ പള്ളി വരും. പള്ളി എന്ന അസിലൊന്നും ഒരു മാറ്റം ഉണ്ടാവില്ല. സൗകര്യങ്ങളും കാര്യങ്ങളും ചെറിയ ചെറിയ മാറ്റങ്ങൾ കാണും. ഞാൻ പറഞ്ഞില്ലേ, ഈ മാറ്റങ്ങളിൽ കഅബാലയത്തിൽ ചെന്ന് കഴിഞ്ഞാൽ മത്താഫിലെ മാറ്റം എത്ര വലിയ മാറ്റം. ഹജ്ജിന് പോകുന്ന പോക്കന്നെ ഫ്ലൈറ്റിലല്ലേ. പിന്നെ ഒരു സ്വഹാബി വഹിക്കണോ, ഒരാൾ മതി. ഇവർക്ക് എപ്പോഴും അങ്ങനെ ഒരു പോയിന്റ് ഉണ്ട്. ഇവർ ചോദിക്കുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യമാണ്, ഒരാൾ പോയാൽ മതി, രണ്ടാൾ വേണ്ട, ഒരാളത് മതി, എന്നാ ഞാൻ ചെയ്യാം. ഒരൊറ്റ സ്വഹാബിയും ഫ്ലൈറ്റിൽ ഹജ്ജിന് പോയിട്ടില്ല. ഇല്ല, ഒറ്റ സ്വഹാബിയും ഫ്ലൈറ്റിൽ ഹജ്ജിന് പോയിട്ടില്ല. നടന്നിട്ടാണ് അന്ന് പോയിട്ടുള്ളത്, അല്ലെങ്കിൽ കുതിരപ്പുറത്താണ്, ഒട്ടകപ്പുറത്താണ്, കഴുതപ്പുറത്താണ്. ഇന്ന് നമുക്ക് സൗകര്യങ്ങളുണ്ട്, ഫ്ലൈറ്റിൽ പോകാം. ഇനി ഫ്ലൈറ്റിൽ പോകുമ്പോ അത് ബിദഅത്തല്ലേ മൻസൂറെ? മൻസൂർ തന്നെയല്ലേ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് ബിദഅത്താണ്. കാരണം സ്വഹാബത്ത് ചെയ്തിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചെയ്തിട്ടില്ല. ഹജ്ജിന് വേണ്ടി പുണ്യമായ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ട് ഇബാദത്തിന് വേണ്ടി പോവുകയാണ്. അങ്ങനെ സ്വഹാബത്ത് ഒരാൾ പോലും ഫ്ലൈറ്റിൽ പോയതായി ചരിത്രമില്ല. അവർ ഫ്ലൈറ്റ് കേട്ടിട്ട് പോലുമില്ല. എന്നാൽ അത് ബിദഅത്തല്ലേ നിങ്ങളുടെ ഭാഷയിൽ? ഇതാണ് അവിടെ ചോദിക്കുന്നത്. ഇത് ബിദഅത്തല്ലെങ്കിൽ നബിദിനം എങ്ങനെയാണ് ബിദഅത്താകുന്നത്? എങ്ങനെയാണ് നബിദിനത്തിൽ നടക്കുന്ന മൈക്ക് ഉപയോഗിക്കുന്നത് ബിദഅത്താകുന്നത്? എങ്ങനെയാണ് നബിദിനത്തിൽ നടത്തുന്ന റാലി ബിദഅത്താകുന്നത്? ദഫ് ബിദഅത്താകുന്നത്? അങ്ങനെ തുടങ്ങിയിട്ടുള്ള മദ്ഹ് ഗാനങ്ങളും പാടുന്നതും ഒക്കെയും എങ്ങനെയാണ് ഇതൊക്കെ ബിദഅത്തായത് എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് മൻസൂറെ. അതിനൊരു മറുപടി താ. അപ്പൊ മൻസൂർ തന്നെയാണ് പറയുന്നത് ഇതൊന്നും ബിദഅത്തല്ല. അപ്പൊ ഇത് ബിദഅത്തും ഇത് ഈ പറയുന്ന ടൈല് കൊടുക്കുന്നതും ഇന്നുണ്ടാകുന്ന പുതിയ പുതിയ സംഭവങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അത് പള്ളിയുടെ ആവശ്യങ്ങളും മറ്റു ആവശ്യങ്ങൾക്കാണെങ്കിൽ അതൊന്നും ബിദഅത്ത് അല്ലാതിരിക്കുകയും നബിദിനം മാത്രം സ്വഹാബത്ത് ചെയ്തില്ല, നബിദിനം മാത്രം ആരും താബികൾ ചെയ്തില്ല, അതുകൊണ്ട് അത് ബിദഅത്ത് ആവുകയും ചെയ്യുന്നതിന്റെ ആ ഇരട്ട താപ്പ് ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഇനി അടുത്ത നൂറ്റാണ്ടിലോ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാലോ സൂപ്പർ സോണിക് ശബ്ദ വേഗതയിലൊക്കെ സഞ്ചരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് പോകാൻ കഴിയും. ഇന്ന് അതൊന്നുമില്ലാതെ നടന്നു പോയ ശിഹാബ് ചോറ്റൂരിനെ പോലെയുള്ള ആളുകളുണ്ട്. സ്വീകരിക്കുന്നവൻ അള്ളയാണ്. അപ്പോ അത് സ്വീകരിക്കൂല, ഫ്ലൈറ്റിൽ വന്നാലേ സ്വീകരിക്കുള്ളൂ, ഫ്ലൈറ്റിൽ വന്നാലും സ്വീകരിക്കൂല, നടന്നു വന്നാലേ സ്വീകരിക്കുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ പണ്ടത്തെ പോലെ കഴുതപ്പുറത്തോ ഒട്ടകപ്പുറത്തോ ആനപ്പുറത്തോ ഒക്കെ വരും എന്ന് പറഞ്ഞ ഇല്ല. അള്ളാഹു നമുക്ക് നൽകിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പോകാം. അതിന് പ്രത്യേകം പുണ്യം എന്നുള്ള ആ ഒരു കാര്യമൊക്കെ ഏതാണോ സൗകര്യം കൂടുതൽ എളുപ്പമാകുന്നത് അതിന് പോവുക എന്നുള്ളതാണ്. പണ്ട് കപ്പലിൽ പായക്കപ്പലിലൊക്കെ പോയിരുന്നില്ലേ, തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പോക്ക്. ഇന്നും നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പോകാം. പക്ഷെ നമ്മുടെ ജീവൻ അപകടമുണ്ടാവുന്ന രീതിക്ക് പോകേണ്ടതില്ല. നമുക്കിന്ന് അല്ലാത്ത നല്ല മാർഗങ്ങൾ, നൂതന മാർഗങ്ങളുണ്ട്. സക്കാഫി, നിങ്ങൾ ഈ പറയുന്ന ഒന്നും നബിദിനത്തിന് തെളിവാവൂല. ആവൂല എന്ന് ഉറപ്പിച്ചാൽ ഇത് ആവൂല. മൻസൂർ അവിടെ പറഞ്ഞ വിഷയം എന്താണ്? ഇന്നും പഴയ കാലങ്ങളിൽ നടത്തിയതുപോലെ തൊലാൽ ബദർ മാത്രം പാടിക്കൊണ്ട് നബിദിനം നടത്താം. അതല്ല വെറും കേവലം വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടിയ നബിദിനം നടത്താം. എന്നാൽ ഇന്ന് നമുക്ക് സൗകര്യങ്ങളുണ്ട്, അതും ഉപയോഗിക്കാം. നിങ്ങൾ പറഞ്ഞല്ലോ ഹജ്ജിന് പായക്കപ്പലിലും പോകാം, പഴയ കാലങ്ങളിൽ പോലെ കഴുതപ്പുറത്തും പോകാം, നടന്നും പോകാം, എങ്ങനെയും പോകാം. ഇതുപോലെ നബിദിനം എങ്ങനെയും ആഘോഷിക്കാം. അതിന്റെ അസ്ല് നമുക്ക് സ്വഹാബത്ത് കാണിച്ചു തന്നതാണ്, അത് മഹാന്മാർ കാണിച്ചു തന്നതാണ്. അതിലൂടെ നമുക്ക് ചെയ്താൽ എന്താണ് പ്രശ്നം?
അതോടൊപ്പം ഇന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. പാസ്പോർട്ട് ഇല്ല, ആധാറും ഇല്ല, പാസ്പോർട്ട് ഇല്ലെങ്കിൽ പാസ്പോർട്ട് വേണ്ടെന്ന് ആരും പറഞ്ഞു. ഖത്തറികൾക്ക് ഖത്തർ ഐഡി ഉണ്ട്. അതൊക്കെ ഭൗതികമായ നിലനിൽപ്പിനും സാമ്പത്തികമായ നിലനിൽപ്പിനും. ഉസ്താദിന് ഞങ്ങൾ ചോദിച്ച ചോദ്യം മനസ്സിലായിട്ടില്ല തോന്നുന്നു. അതായത് ഞങ്ങൾ ചോദിച്ചത് ഈ ഫ്ലൈറ്റിൽ അല്ല, ഉസ്താദിന് ഫ്ലൈറ്റിൽ പോകുക എന്നുള്ള പരിപാടി അന്ന് നടക്കൂല, കാരണം അന്ന് ഫ്ലൈറ്റ് ഇല്ല. നേരെ മറിച്ച് മൗലൂദ് ചെല്ലുക എന്നുള്ളത് അന്നത്തെ സ്വഹാബികൾക്ക് അറബി അറിയാം, അല്ലെങ്കിൽ മൻസൂറിന് എന്തോ കാര്യങ്ങൾ കിട്ടിയതുപോലെ ഉണ്ട്. മൻസൂറിന് എന്തോ ഒരു പിടിവള്ളി കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിയ വള്ളിയാണ് എന്ന് മാത്രം. സാഹിത്യം അറിയാം, അവർക്ക് ചെയ്യാമായിരുന്നു. ഇപ്പൊ സാർ ഉസ്താദ് പറഞ്ഞ ഉദാഹരണങ്ങളൊന്നും അന്ന് അവൈലബിൾ അല്ല. പക്ഷെ അന്ന് ഈ മൗലൂദ് ചെല്ലാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ചെയ്യാതെ പിന്നെ 300 കൊല്ലം എന്തിനാ കാത്തിരുന്നത് എന്നുള്ളതാണ്. അത് ഭയങ്കര ചോദ്യമാണ്. നമ്മൾ നേരത്തെ ചെല്ലിയതൊക്കെ പിന്നെ നമ്മളെ ഇവിടുത്തെ മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റും കൂടി ഉണ്ടാക്കിയതാണല്ലോ. ഒന്ന് ചെല്ലിയോ നമുക്ക്. നിർത്തി. ത്വാലഅൽ ബദ്റു അലൈന ഇപ്പോ മൗലൂദിന് തെളിവായിട്ടാണ് മൂപ്പർ അവിടെ ഓതുന്നത്. പൊന്നു സഹോദരങ്ങളെ, മൗലൂദ് ചെല്ലുന്നവരെ, ത്വാലഅൽ ബദ്റു ചൊല്ലുന്നവരെ, അതൊരു ബെയ്ത്താണ്. അത് മൗലൂദ് കിതാബില് ഉണ്ട് എന്ന് കരുതിയിട്ട് അത് മൗലൂദ് ആവൂല. അന്ന് ചൊല്ലി അത് മൗലൂദ് കിതാബിലില്ലേ, അന്ന് പറഞ്ഞൊരു ഹദീസും കൊടുത്തിട്ട് വെച്ചോളിയും അത് മൗലൂദ് കിതാബിലില്ലേ എന്ന് പറഞ്ഞാൽ മൗലൂദ് കിതാബ് സത്യമാകുമോ? എന്താണ് മൻസൂറെ മൗലിദ് എന്താണെന്ന് മൻസൂറിന് മനസ്സിലായിട്ടില്ല. മൻസൂറെ, മൗലിദ് എന്ന് പറയുന്ന പദം ഭാഷാപരമായിട്ട് അത് ഇസ്മു മക്കാനിനും ഇസ്മു സമാനിനും ഉപയോഗിക്കാം. അഥവാ മൗലിദ് എന്ന് പറഞ്ഞാൽ ജനിച്ച സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സമയം, ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാം. എന്നാൽ ഇവിടെ ഇന്നത്തെ രീതിയിൽ നമ്മൾ സാങ്കേതികപരമായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് മൗലിദ് എന്ന് ഉപയോഗിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളും അവിടുത്തെ സീറകളും ചരിത്ര സംഭവങ്ങളും ഒക്കെയും പറയുന്നതിനാണ്, പാടുന്നതിനാണ് മൗലിദ് എന്ന് പറയുന്നത്. അത്തരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മദ്ഹിൽ ക്രോഡീകരിച്ച ബൈത്തുകൾ, അതുപോലെ അതുമായി ഹദീസിൽ വന്ന സംഭവങ്ങൾ, ഖുർആനിൽ വന്ന സംഭവങ്ങൾ, ഇതെല്ലാം ക്രോഡീകരിച്ച കിതാബിനാണ് ഇന്ന് മൗലിദ് കിതാബ് എന്ന് പറയുന്നത്. അല്ലാതെ മൗലിദ് എന്ന് പറയുമ്പോൾ വേറെ എന്തോ ഒരു സംഭവമല്ല. ഇന്ന് കാണുന്ന നമ്മൾ സ്വഹാബത്ത് നമുക്ക് പറഞ്ഞു തന്ന, പാടിയിട്ടും പറഞ്ഞും തന്ന സംഭവങ്ങൾ ക്രോഡീകരിച്ച ഗ്രന്ഥമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ള മൗലിദ് കിതാബ്. ഇനി മൻസൂറിന് അത് മൗലിദ് കിതാബ് എന്ന പേരിട്ടതിനാണ് പ്രശ്നമെങ്കിൽ നമുക്കത് മാറ്റാം, അത് മദ്ഹിന്റെ കിതാബ് എന്ന് പേര് മാറ്റാം, കുഴപ്പമില്ല. എന്താണ് മൻസൂറെ ഇത്ര ചെറിയ കുട്ടികൾക്ക് പോലും അറിയുന്ന വിവരം പോലും മൻസൂറിന് ഇല്ലാതെ പോയത് വളരെ കഷ്ടമാണ്. മൻസൂർ മൗലിദിന്റെ കിതാബ് കണ്ടിട്ടില്ല, അതായിരിക്കാം ഇങ്ങനെ. അല്ലെങ്കിൽ ഈ ഒരു വർത്തമാനം അവിടെ പറയില്ല. എന്താണ് ഈ പറയുന്നത്? മൗലിദ് കിതാബ് മുഴുവനും ഒന്ന് പരിശോധിച്ചു നോക്കുക. അതിലുള്ളത് മുഴുവനും ഖുർആനാണ്, ഹദീസാണ്. ഇതുപോലെ സ്വഹാബത്ത് നമുക്ക് പാടിത്തന്ന ബൈത്തുകളാണ്, മഹാന്മാരായ പണ്ഡിതന്മാർ പാടിത്തന്ന ബൈത്തുകളാണ്. ഇതൊക്കെയാണ് മൗലിദിലുള്ളത്. അതെ, സുന്നികളാരും കെട്ടുകഥകൾ മൗലിദാക്കി കൊണ്ടു നടക്കുന്നില്ല, അത് അംഗീകരിക്കുന്നുമില്ല എന്ന കാര്യം മൻസൂർ മനസ്സിലാക്കണം. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ മൗലിദ് പഴയ കാലത്തുണ്ടായിരുന്നു. മൻസൂർ തന്നെ മൻസൂറിന്റെ വാക്കിൽ നിന്നും പറഞ്ഞു, സ്വഹാബത്ത് ത്വാലഅൽ ബദ്റു പാടിയിട്ടുണ്ട്. അതുപോലെ മറ്റു സന്ദർഭങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടിയിട്ടുണ്ട്. ഒരു മദ്ഹ് പാടാൻ മദീനത്തെ പള്ളിയിൽ ഒരു സ്റ്റേജ് തന്നെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ മദ്ഹ് പാടാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കീർത്തനങ്ങൾ പറയാം, പാടാം. ഇതൊക്കെ അനുവദനീയമായ കാര്യമാണ്. ഇതൊക്കെ സ്വഹാബത്ത് കാണിച്ച് മാതൃകയാക്കി തന്നിട്ടുള്ളതാണ്. ഇതിനെ ഹിജ്റ 300 ശേഷം വളരെ വിപുലമായ രീതിയിൽ ഇതിനൊന്ന് പുതുക്കിയെടുത്തു. അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ പഴയ കാലത്ത് സ്വഹാബത്ത് കാണിച്ചു തന്നതിനെ ഒന്നുകൂടെ വിപുലമായ രീതിയിൽ കൊണ്ടുവന്നു, അന്നത്തെ സൗകര്യങ്ങൾ ഉപയോഗിച്ച്. ഇതാണ് ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം. ഇത് മൻസൂറിന് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ മനസ്സിലായിട്ടും ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടിയിട്ട് മൻസൂർ നടത്തുന്ന ആ ഒരു മെഴുകലാണ് ഇവിടെ കാണുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, ഈ പറയുന്നത് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. പള്ളി പഴയ കാലത്തുണ്ട്, എന്നാൽ അത് വളരെ വിപുലമായിട്ട് ഇന്നുമുണ്ട്. അപ്പോൾ സ്വഹാബത്ത് അന്ന് ചെയ്യാത്ത പല ക്രോഡീകരണങ്ങളും പല കാര്യങ്ങളും ആ പള്ളിയിൽ കൊണ്ടുവന്നു. അത് ഇന്ന് നടന്നു, അത് ഇതിനകത്തായിട്ട് ആരും കാണുന്നില്ല. എന്നാൽ അതുപോലെ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പാടുന്നതും പറയുന്നതും ഒക്കെയും അന്ന് സ്വഹാബത്ത് ചെയ്ത സംഭവമാണ്.
അതിനെ ഒന്നുകൂടെ വിപുലീകരിച്ചുകൊണ്ട് ആ പറഞ്ഞതും അവിടെയും ഇവിടെയുമായി പറഞ്ഞ സംഭവങ്ങളെല്ലാം ക്രോഡീകരിച്ച ഒരു ഗ്രന്ഥമാക്കി അതിന് മൗലിദ് കിതാബ്, മങ്കൂസ് മൗലിദ് എന്നും ഷറഫുൽ അനാം എന്നും അങ്ങനെ പല പേരുകളിലായിട്ടും അങ്ങനെ ഒരു ക്രോഡീകരണം നടത്തി. ഇതിനെയും നമ്മൾ ബിദ്അത്തായിട്ട് കാണുന്നത് എന്തിനാണ് എന്നാണ് ചോദിക്കുന്നത്. പ്രിയമുള്ള സഹോദരന്മാരെ, അതിനിങ്ങനെ മെഴുകിയിട്ട് പറഞ്ഞ കാര്യങ്ങളെ, മനസ്സിലായ കാര്യങ്ങളെ വക്രീകരിച്ചുകൊണ്ട് വളരെ വൾഗറായിട്ട് കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, ഇതാണ് മൻസൂറിന്റെ എക്കാലത്തെയും പരിപാടി. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ മൻസൂറിന് വിട്, ഇവരിൽ കുറച്ചൊക്കെ അന്തമുണ്ട് എന്ന് പുറത്ത് നമുക്ക് തെറ്റിദ്ധരിക്കാൻ പറ്റുന്ന രീതിയിലെങ്കിലും അല്പമെങ്കിലും അന്തമുള്ള ചില ആളുകൾ അവർ പറയുന്ന ഒരു ചെറിയ രംഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ദീനിയായിക്കൊണ്ട് നടപ്പിലാക്കുവാൻ കഴിയുന്ന ഒരു കാര്യം ഉണ്ടായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നടപ്പിലാക്കിയിട്ടില്ല എങ്കിൽ അത്തരം കാര്യങ്ങൾ പിന്നെ നബിയുടെ കാലശേഷം നടപ്പിലാക്കുമ്പോഴാണ് ഒരിക്കലും തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പം പള്ളിയിലൊക്കെ ഒരു AC കൊടുക്കണ നേരത്ത് അന്ന് മൂപ്പര് വെള്ളത്തുണി ഇരിക്കണം, വെള്ളക്കുപ്പായിടണം, വെള്ളത്തൊപ്പിടണം, എന്നിട്ട് ഇങ്ങനെ ജാഥയായിട്ട് ഇങ്ങനെ പോകണം. അങ്ങനെ പോയിക്കാണ്ട് ആ AC വെച്ചാലേ കൂലി കിട്ടുള്ളൂ എന്ന് പറയുന്നത് ആ AC വെക്കൽ ബിദ്അത്ത് തന്നെയാണ്, അത് സംശയമില്ല. എന്നിട്ട് ആ AC കൂലി ഇട്ടില്ല മാത്രമല്ല കുറ്റം കിട്ടും, വെക്കാനും പാടില്ല, പറ്റൂല. ഇനിയല്ല ഇനി ടൈലിൻ്റെ വണ്ടി വരുമ്പോൾ എന്താക്കുക, എല്ലാവരും കൂടി ഇങ്ങനെ വരിയായിട്ട് എന്താക്കുന്നു, വരി മൗലൂദ് എന്നൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ ഒന്നിച്ചിട്ട് പ്രത്യേക ദിവസം അതിന് ടൈല് വെക്കാൻ വേണ്ടി പ്രത്യേക ദിവസം കാണുക, അത് ഇനി പ്രത്യേക മൗലൂദ് അല്ലിക്കാണ്ട് ഇറക്കുക, അല്ലെങ്കിൽ ഇനി ഫാത്തിഹ ഓതി ഇറക്കുക. ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ വരികയാണെങ്കിൽ ഇതിനെന്ത് കാണുന്നു, ദീനായി കാണും. ആ നിലക്കാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അത് ബിദ്അത്താണ്. അതിന് കൂലി കിട്ടൂല എന്ന് മാത്രമല്ല ബിദ്അത്തിന് കുറ്റം കിട്ടും ചെയ്യും. അപ്പോ പള്ളിയിൽ AC വെക്കുന്നത് അത് ബിദ്അത്തല്ല. എന്നാൽ ഇതൊക്കെ ദീനിയാകുമ്പോഴാണ് ബിദ്അത്ത് എന്നാണ് ഇവർ പറയുന്നത്. ഇതൊക്കെ ദീനിയാകുന്നതിനുള്ള മാനദണ്ഡം എന്താണ്? അതിൻ്റെ തലപ്പത്ത് നമ്മൾ അത് വെക്കുമ്പോൾ ഒരു ഫാത്തിഹ ഓതിയാൽ, ഒരു ബിസ്മി ഓതിയാൽ അത് പിന്നീട് ബിദ്അത്തായി മാറും. പിന്നെ AC വെക്കാൻ പറ്റൂല, പിന്നെ AC വെക്കൽ ബിദ്അത്ത്. അത് നമ്മൾ അതുപോലെ ഒരു ദിവസം കണ്ടാൽ, AC വെക്കാൻ ഒരു പ്രത്യേക ദിവസം മുൻകൂട്ടി കണ്ടാൽ അത് ബിദ്അത്തായി. അപ്പൊ AC ഫിറ്റ് ചെയ്യാൻ വരുന്ന അതിന്റെ സർവീസ് മാനോട് പറയണം, നിങ്ങളൊരു ദിവസം കാണാതെ പെട്ടെന്ന് അങ്ങനെ വരണം എന്ന് പറഞ്ഞാൽ അത് കാര്യം നടക്കും. അതല്ലാതെ ഞാൻ ഇത്ര സമയത്ത് വരും എന്നൊക്കെ പറഞ്ഞ് മുൻകൂട്ടി ബുക്ക് ചെയ്താൽ അത് പ്രശ്നമാണ്, അത് പിന്നെ ബിദ്അത്തായി. വല്ലാത്തൊരു ബിദ്അത്തിന്റെ വകഭേദമാണ് ഇവരുടെ കയ്യിലുള്ളത്. അതൊക്കെ എന്തിനാണ് ഇങ്ങനെ വഷളൻ രീതിയിൽ വ്യാഖ്യാനിക്കുന്നത് എന്ന് വെച്ചാൽ, ഇവർക്ക് നബി ദിനം അത് ബിദ്അത്തായിട്ട് കൊണ്ടാടണം, അതിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾക്കിടയിൽ കുഴപ്പങ്ങളും വിദ്വേഷങ്ങളും ഉണ്ടാക്കിയിട്ട് ഇവരുടെ വയറ് നിറക്കണം, ആമാശയം ഭദ്രമാക്കണം എന്ന ഒരു ലക്ഷ്യമല്ലാതെ ഇതിലൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഒരു സാധാരണക്കാരന്റെ വാക്ക് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പൊ ആ ഒരു വീഡിയോന്റെ അടിയിൽ ഒരുപാട് ആളുകള് കടന്നിങ്ങനെ പൊരിയാണ്. ആളുകളെ നമുക്ക് മനസ്സിലായി ആരാണെന്നുള്ളത്. അവർക്കിങ്ങനെ കുരു പൊട്ടുകയാണ്. എത്ര കുരു പൊട്ടിയിട്ടും കാര്യമില്ല, ഞങ്ങൾ ഈ നേർച്ച നടത്തും. അത് ഞങ്ങള് റസൂലിനോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങള് എല്ലാ വർഷവും നടത്തും. ഇതിലും നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ നടത്തും. അത് നിങ്ങൾ എത്ര കടന്ന് കുരച്ചിട്ടും എത്ര കടന്ന് കുരു പൊട്ടിയിട്ടും കാര്യമില്ല കേട്ടോ. നിങ്ങൾ എന്ത് കമന്റ് ഇട്ടോളി, അത് ഇസ്ലാമിലില്ലാത്തതാണ്, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, എന്ത് കമന്റ് ഇട്ടിട്ടും കാര്യമില്ല. ഞങ്ങളിത് ആര് വന്ന് തടഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ നടത്തും. ഇതിലേറെ ഭംഗിയായിട്ട് ഞങ്ങൾ നാട്ടുകാര് ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവർക്കൊക്കെ അത് സന്തോഷത്തിന്റെ ദിവസമാണ് ഇന്ന്. റബീഉൽ അവ്വൽ 12 റസൂലിന്റെ നേർച്ച, റസൂലിന്റെ പിറന്നാൾ എന്ന് പറഞ്ഞാല് സന്തോഷത്തിന്റെ ദിവസം. അത് നിങ്ങൾ എത്ര കടന്ന് കുരച്ചിട്ടും കാര്യമില്ല. ആരാന്നുള്ളത് ആൾക്കറിയാലോ, ഏത് തരത്തിലുള്ള ആളുകളാണ് ഈ കമന്റ് ഇടുക എന്നുള്ളത്. പിന്നെ ഒരു കാര്യം, കമന്റ് ഇട്ടോളി, ഏത് കമന്റ് ഇട്ടോളി, വീട്ടിലുള്ള ആളുകളൊക്കെ വിളിച്ചിട്ട് കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ഞമ്മക്കും ഉള്ളും അതിന് വേറെ മറുപടി നമ്മൾ തരും. അപ്പൊ എന്തായാലും ഇതിന്റെ വിശേഷങ്ങൾ കണ്ടോളൂ കേട്ടോ. കാരണം നമ്മളെ നേർച്ച അടിപൊളിയാണ്. ഈ കടന്ന് കുരക്കുന്ന ആളുകളൊക്കെ ഇതിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് രസിച്ചോളി. ഓക്കെ, ഇവിടെയാണ് ഇബ്നു തൈമിയ പറഞ്ഞത്, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇഷ്ടം വെച്ചുകൊണ്ട്, അവിടുത്തെ തഅദീം ചെയ്തുകൊണ്ട്, അവിടത്തോടുള്ള മഹബത്ത് വെച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഉത്സാഹം വെച്ച് അദ്ദേഹം അങ്ങനെ അദ്ദേഹം നബിദിനം കൊണ്ടാടിയാൽ അദ്ദേഹത്തിന് വലിയ കൂലി ലഭിക്കുന്നതാണ്. സാക്ഷാൽ ഇബ്നു തൈമിയ, വഹാബികളുടെ നേതാവാകുന്ന ഇബ്നു തൈമിയ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് എന്നതിന്റെ പിന്നിലുള്ള ലക്ഷ്യം വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ വഞ്ചനയിൽപ്പെടാതെ, അത് ഇവർ എത്ര പറഞ്ഞാലും
ആ സഹോദരൻ പറഞ്ഞതുപോലെ അത് വളരെ ഭംഗിയായിട്ട് ലോകം മുഴുവനും കൊണ്ടാടും ഇൻഷാ അല്ലാഹ്. അടുത്ത വർഷം ഇതിലും വിപുലമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ.